ഹലോ മൈ ഡിയർ വ്യൂസ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ തോട്ട്സിലേക്ക് സ്വാഗതം. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, LICI ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർവിയിലുമായി തന്നെ ഫോളോ അപ്പ് വീഡിയോസ് ഇടുന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും LIC പറ്റിയാണ് പറയുന്നത്. ആക്ച്വലി LIC എന്ന ഒരു സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യാലിറ്റി വളരെ വലുതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം സംഗതി ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് LIC പറ്റി പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളൊരു വീഡിയോ ആണ് ഇത്. LICൻ്റെ എന്നെ സംബന്ധിച്ചോളം LICയിൽ ഞാൻ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം, അതായത് എങ്ങനെയാണോ LIC മൾട്ടിബാഗർ സ്റ്റോക്കായിട്ട് മാറാൻ പോകുന്നുള്ള റീസൺസ്, ഒരു 4-5 റീസൺസാണ് LIC ഉള്ളത്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, നിങ്ങളതിനെപ്പറ്റി സ്വന്തം പഠിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ LICൻ്റെ ഒരു 50 ഷെയറെങ്കിലും മിനിമം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും. LIC എന്ന സ്റ്റോക്ക് ഇപ്പം ലാസ്റ്റ് റെക്കമെൻഡ് ചെയ്ത മാതിരിയുള്ള സ്റ്റോക്ക് മാതിരി 10%, 20% ഒന്നും പെട്ടെന്ന് കയറും എന്ന പ്രതീക്ഷയിലല്ല വാങ്ങേണ്ടത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്വിംഗ് ബേസിലായിരിക്കാം, ഒരു 3-4 മാസമുള്ളതിൽ പ്രോഫിറ്റ് കിട്ടാൻ വിത്തുള്ള സ്റ്റോക്സ്, ടെക്നിക്കലി ബ്രേക്ക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ സ്റ്റോക്സ് നമുക്ക് വാങ്ങാം. ഇനി നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിലും സ്വിംഗ് ബേസ്ഡ് എടുക്കുകയാണെങ്കിലും ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് മാത്രം എടുക്കുക, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് നഷ്ടപ്പെടില്ല. പിന്നെ കുറച്ച് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഇൻട്രാഡേയിലൊക്കെ വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യാം. അങ്ങനെ ഓരോ സ്റ്റോക്ക് എൻ്റർ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഉണ്ടായിരിക്കണം. പക്ഷേ LIC എന്ന സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു സ്വിംഗ് ബേസിലുള്ള വ്യൂ ആയിരിക്കും. ഇത് ഓവർ എക്സ്പെക്റ്റേഷൻസ് പാടില്ല. ഇത് വളരെ ഗ്രാജ്വലി അത് കയറാൻ സാധ്യതയുള്ളൂ. ഫസ്റ്റ് ഓഫ് റീസൺ, അത് ഇക്വിറ്റി വളരെ കൂടുതലുള്ള സ്റ്റോക്കാണ്. ഇതിൽ മൊമെൻറ്റം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കയറി നമ്മൾ 5 കൊല്ലം 6 കൊല്ലം വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം LIC. ഇപ്പോൾ കുറച്ച് സ്റ്റോക്സ് നമ്മൾ അങ്ങനെ കണക്കാക്കി വെക്കണം, 5 കൊല്ലത്തേക്ക് ഭാവിയുള്ള സ്റ്റോക്സ്. അങ്ങനെ അതിൽ പെട്ട ഒരു സ്റ്റോക്കാണ് LIC. ക്ലിയർ 5 ഇയേഴ്സ് വിഷനിലേക്ക് SIP ഒക്കെ മെല്ലെ വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ 2000 ഒക്കെ ചിലപ്പോൾ ചെറിയ ടാർഗറ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം 5 പോയിൻറ്റ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ LICൻ്റെ ബിസിനസ് തന്നെയാണ്. LIC നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻകം വളരെ ഹ്യൂജാണ്. ഈ ഒരു സെക്ടറിൽ മാത്രം അതിലുള്ള ഇൻകം വളരെ 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 ഹ്യൂജാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ, LIC ലൈഫ് ഇൻഷുറൻസിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, വേറെ ഇൻഷുറൻസ് ഇല്ല. ആസ് ഓഫ് ഇപ്പോഴത്തെ റൂൾ പ്രകാരം ഒരു പെർട്ടിക്കുലർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വേറെ ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് മാത്രം ചെയ്യുക, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസോ വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്യാൻ പാടില്ല എന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആക്ച്വലി വിത്തിൻ 2-3 മന്ത്സിലുള്ളത് പ്രാബല്യത്തിൽ വരും. അപ്പം ജസ്റ്റ് എ ടൈം ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഇത് എന്ന് LIC കയറുമെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പം സ്റ്റോക്ക് ഒരു 600 വരുമെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ഒരു ഓപ്പറേറ്റേഴ്സ് ഉള്ളിടത്തോളം കാലം എങ്ങോട്ട് വേണമെങ്കിലും സ്റ്റോക്കിനെ കൊണ്ടുപോകാം. പക്ഷേ ഇതൊരു ലോങ് ടേം വ്യൂവിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1:1 ബോണസും ഒരു സ്പ്ലിറ്റ് ആവാൻ, ഒരു ഇപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ കമ്പനി 5 രൂപ ഫേസ് വാല്യൂ ആവാനും 1:1 ബോണസ് കൊടുത്തിട്ടും 1000 മേലെ ട്രേഡ് ചെയ്യാൻ സാഹചര്യമുള്ള സ്റ്റോക്കാണ് LIC, ഒരു പ്രസ്റ്റീജിയസ് കമ്പനി ഇന്ത്യൻ്റെ. അതുകൊണ്ട് ഇതെന്തായാലും ഒരു പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തണം. ഫസ്റ്റ് ബിസിനസ് മോഡലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ഇനി ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കിടക്കാം, അവർക്ക് വേണമെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസിൽ കിടക്കാം. ഇപ്പം എല്ലാ കമ്പനിയും കിടക്കാം. പ്രൈവറ്റിൽ 2-3 ബിഗ് പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ LICക്കും കിടക്കും. പക്ഷേ അവരുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് വളരെ ഇൻടാക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്കൊക്കെ കടക്കാൻ സാധിക്കും. അങ്ങനെ കടക്കുകയാണെങ്കിൽ അവർക്ക് വരാൻ ബിസിനസ് ഒരു 10 ഇരട്ടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെൽത്ത് ഇൻഷുറൻസ് LIC തുടങ്ങിക്കഴിഞ്ഞാൽ 90% പീപ്പിൾ ഓപ്റ്റ് ചെയ്യുക LIC. നമ്മൾ കോമൺ സെൻസ് പറഞ്ഞാൽ അത് ചിന്തിച്ച് നോക്കും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് LIC കൊണ്ടുവരാണെങ്കിൽ ഒരാൾ പ്രിഫർ ചെയ്യുക ഫസ്റ്റ് LICന് ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞ തന്നെ ഇപ്പോഴും ഇൻഷുറൻസ് സെക്ടറിൽ ഇൻഷുറൻസ് എടുത്ത വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഇപ്പോഴും ബോധവാന്മാരായിട്ടില്ല ഇന്ത്യയിലെ ജനങ്ങൾ. ഇത് വളരെ സത്യാവസ്ഥയാണ്. പല രാജ്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഷുറൻസ് സെക്ടറിലാണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രത്യേകിച്ചും. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും അത്
ജനങ്ങളുടെ ഇടയിൽ അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഗ്രാജുവലി അത് കൂടി വരികയാണ്. ഓരോ കൊല്ലം കൂടുമ്പോൾ പെർസെൻറ്റേജ് കൂടി വരികയാണ്. അങ്ങനെ കൂടുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് LIC കടക്കുകയാണെങ്കിൽ ഹ്യൂജ് ബെനിഫിറ്റാണ് ഇവർക്കത് വരാൻ പോകുന്നത്. രണ്ടാമത്തെ മെയിൻ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ LIC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യൻ്റെ ഒരു പില്ലറാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാതിരി തന്നെ ഒരു ഇന്ത്യയിലെ പില്ലറാണ് LIC. സോ LICനെ എങ്ങനെ വിധത്തിലും ഏത് ആര് ഭരിച്ചാലും പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. LIC ബിസിനസ് ഡെവലപ്പ് ചെയ്തേ പറ്റൂ. LICക്ക് സംഭവിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി എക്കോണമി ബാധിക്കും. സോ ഇങ്ങനത്തെ ഒരു വലിയൊരു കമ്പനി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് കമ്പനി, ഗവൺമെൻറ് കമ്പനി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തണം. മൂന്നാമത്തെ പോയിൻറ്റ്, പ്രൈം മിനിസ്റ്റർ തന്നെ LICക്ക് നമ്മൾ ജനങ്ങളുടെ അഷുറൻസ് തന്നിട്ടുണ്ട്. ജനങ്ങളോട് ഇൻഡയറക്റ്റ്ലി LIC വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രൈം മിനിസ്റ്റർ ഇറ്റ്സെൽഫ് ഗ്യാരണ്ടി തന്നൊരു കമ്പനിയാണ് LIC. മൂന്നാമത് പോയിൻറ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെയാണ്. ഞെട്ടിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് LICൻ്റെ കയ്യിലുള്ളത്. നമുക്കെല്ലാ കാര്യം ഒരു പെന്നി സ്റ്റോക്ക് റീസെൻ്റ്ലി പെന്നി സ്റ്റോക്ക് എലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പനി ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു വാല്യൂ അൺലോക്കിംഗ് ആണ് നടന്നത്. അവർ ബൈബാക്ക് കൊടുത്തിട്ട് പോലും ഇൻവെസ്റ്റേഴ്സ് കൊടുക്കാൻ തയ്യാറായില്ല. അല്ല, ഹ്യൂജ് ബെനിഫിറ്റിലാണ് ഇപ്പോഴും ഷെയർ ട്രേഡ് ചെയ്യുന്നത്. കാരണം അവരെ വാല്യൂ അൺലോക്കിംഗ് നടന്നു. കാരണം അവരുടെ കയ്യിലുള്ള ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഓഹരി വെച്ച് നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ LICൻ്റെ കയ്യിലുള്ള സ്റ്റോക്സ്, എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോക്സും ഇന്ത്യയിൽ വാല്യബിളായ എല്ലാ കമ്പനി സ്റ്റോക്കും LIC ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായ തോന്നിയ കാര്യം, ഒരു കമ്പനി നല്ലതാണെന്ന് മനസ്സിലാക്കി, ഫണ്ടമെൻറ്റ്സ് നല്ലതാണ്, അവർ ബിസിനസ് പ്രോസ്പെക്ട് നല്ലത് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് അവർ അതിൻ്റെ EPSും PE ഒക്കെ നോക്കുന്ന സമയത്ത് ഒക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പോയി നോക്കുകയാണെങ്കിൽ LICക്ക് ഒരു 1%ഓ 2% സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് വളരെ കുറച്ച് പെന്നി സ്റ്റോക്സോ കുറച്ച് മിഡ് ക്യാപ് സ്റ്റോക്സോ ആയിരിക്കും. ബാക്കി എല്ലാം 95% അവർ പോർട്ട്ഫോളിയോ ഉള്ളത് ഫണ്ടമെൻ്റലി വെരി ഗുഡ് സ്റ്റോക്സ് ആണ്. ഹ്യൂജ് വോളിയത്തിൽ വളരെ ലോ റേറ്റിൽ വാങ്ങിയ സ്റ്റോക്സ് LICൻ്റെ കയ്യിലുള്ളതാണ് പ്രത്യേകത. സോ ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പനിക്ക് ഒരു ചെറിയൊരു ഏഷ്യൻ പെയിൻറ്റ്സിന് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര അൺലോക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ LICന് അൺലോക്കിംഗ് വരാണെങ്കിൽ ക്രോസ് ഓഫ് റുപ്പീസാണ് വരാൻ പോകുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ LICൻ്റെ അസറ്റ് വാല്യൂ ആണ്. LICൻ്റെ അസറ്റ് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ LICക്ക് ഉള്ള അവരെ സ്വന്തമായിട്ട് ബിൽഡിംഗ് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ഡിസ്ട്രിക്റ്റിലുണ്ട്. അതുമാത്രമല്ല, എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള അവരെ ഹെഡ് ഓഫീസ് എന്ന് പറയുകയാണെങ്കിൽ പ്രൈം ലൊക്കേഷനിലുള്ള ഹൃദയഭാഗത്താണ് LICയിലുള്ളത്. അതിൻ്റെയൊക്കെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ അവർ എത്ര കൊല്ലം മുന്നേ വാങ്ങിയ റേറ്റാണ് അവരെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചത്. യഥാർത്ഥ വില അതൊന്നല്ല. അത് യഥാർത്ഥ വില ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു അൺലോക്കിങ് വരാനുള്ള സാധ്യതയുണ്ട്. അസറ്റ്സിൻ്റെ അൺലോക്കിങ്, അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ അൺലോക്കിങ്, ഇതിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലെവലിൽ കിടക്കുന്ന സ്റ്റോക്ക് അല്ല LIC. ആക്ച്വലി ഇപ്പം അത് IPO കൊണ്ടുവന്ന് 900 റുപ്പീസാണ്. ഇപ്പോൾ ബിലോ ആ റേറ്റിലാണ് LIC കിടക്കുന്നത്. ഇനി ഇതിനൊക്കെ പുറമെ LICൻ്റെ വാല്യൂഷൻ നോക്കാം, വളരെ ചീപ്പാണ്. PE റേഷ്യോ ഒക്കെ 13.59 ഉള്ളൂ. ഇൻഡസ്ട്രിയൽ PE 20 ആണ്. പിന്നെ പ്രസൻറ്റ് പ്രൈസ് 882, ടാർഗറ്റ് ഇയർ ഹൈ പോയത് 1200. ഇപ്പം സ്വിംഗ് ബേസിലല്ല, ഒരു 3 months 4 months 1100 ടാർഗറ്റ് വെച്ചിട്ട് ലോങ് ടേമിലേക്ക് ശരിക്കും വാല്യൂ അൺലോക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ഏത് ലെവലിലും പോവുക. ചിലപ്പം ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടും 1:1 ബോണസ് 2 വർഷം കൊടുത്തിട്ടൊക്കെ സ്റ്റോക്ക് ചിലപ്പോൾ 2000 ഉണ്ടാവാം. EPS 65.28 ഉണ്ട്. അതായത് ഇയർ ഓൺ ഇയർ ബേസിൽ 11% വളർച്ച. നെറ്റ് പ്രോഫിറ്റൊക്കെ സൂപ്പർ ക്വാർട്ടർ റിസൾട്ടാണ് കാണിച്ചത്. പിന്നെ ഗവൺമെൻറ് ഹോൾഡിംഗ് 96.5% ഗവൺമെൻറ് ഹോൾഡിംഗ്, 3.5% ഉള്ളൂ പുറത്തുള്ള. അതിൽ 2.5%, 1% FISും DAS എടുത്താണ്. DASനടുത്ത് 1.02, FISനടുത്ത് 0.16 ഉണ്ട്. മൊത്തത്തിൽ ഒരു 1.5% ഉള്ളത് FISും DASനടുത്താണ്. അപ്പോൾ റെസ്റ്റ് 2% ഉള്ളൂ ഈ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുള്ളത്. ഈ റീറ്റെയിലേഴ്സാണ് ഈ സ്റ്റോക്കിനെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കളിക്കുന്നത്. ഒരു ഫേം ഡിസിഷൻ റീറ്റെയിൽസ് ഭാഗത്തു നിന്ന് ഈ സ്റ്റോക്കിനെ ഒരു ലോങ് ടേം ആയി കണ്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് വിൽക്കുകയാണെന്നാൽ തന്നെ LIC അടിച്ചു കയറും. പിന്നെ എല്ലാത്തിനും പുറമെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള സീറോ ഡെപ്റ്റുള്ള ഒരു ഗവൺമെൻറ് കമ്പനിയാണ് LIC. ഈ 5 ഫാക്ടേഴ്സിന് പുറമെയാണ് ഈ വാല്യൂഷനും കൂടെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. വാല്യൂഷൻ ഓവർ വാല്യൂഷൻ അല്ല. PE റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ, EPS വെച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ LIC വളരെ ചീപ്പിൽ അവൈലബിൾ സ്റ്റോക്കാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, LIC
എല്ലാ സ്റ്റോക്കും കയറുന്ന മാത്രം ദിവസം 5% കയറി പോരോ ഒരു മൂന്ന് മാസം 30% കിട്ടും ഒന്നും ചെയ്യൂല. ഇത് വളരെ ഗ്രാജുവലി കയറി പോകുന്ന ഒരു സ്റ്റോക്കായിരിക്കാം. ഇതിനെ എത്ര താഴ്ത്തി കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. ഓപ്പറേഷൻസ് വേണം, എന്ത് വേണം ചെയ്യുക. പക്ഷേ LIC എന്ന സ്റ്റോക്ക് നമ്മൾ നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് അല്ലെങ്കിൽ 5 ഇയേഴ്സിലേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെച്ച് എല്ലാ മാസവും SIP ചെയ്ത് വാങ്ങാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് LIC ഇന്ത്യ. ഈ LIC ഇന്ത്യയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ട് അറിവിലുമായിട്ട് ഓർമ്മിപ്പിക്കുക. കാരണം ഞാൻ വളരെ ബുള്ളിഷാണ് LICനെ പറ്റിയിട്ട്. ഇതിനെ പറ്റി ആരും ഇപ്പം മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞാൽ പറയും അയ്യോ LIC 9 രൂപീസിലുള്ള സ്റ്റോക്കായിരുന്നു അന്ന് വാങ്ങിയില്ല, ഇന്നിപ്പോൾ അത് 4000 റുപ്യ ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കാം. പിന്നെ ആസ് യൂഷ്വൽ പറഞ്ഞ മതി, ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മനസ്സിലാക്കി പഠിച്ച് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരും അഡ്വൈസർ ഉണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.